+2 ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്, അതായത് LPP. അതിൽ 6 മാർക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി മാക്സിമൈസ് z 3x + 5y. തന്നിരിക്കുന്ന ഈ ഇതിന് ഓരോ ലീനിയർ ഇക്വേഷനെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ x + 3y ≤ 3 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളിതേ 2 കോളംസ് ആയിട്ട് തിരിച്ചു. ഫസ്റ്റ് കോളത്തെ എക്സ് എന്നിട്ടു, സെക്കൻഡ് കോളത്തെ വൈ എന്നെടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. ആദ്യത്തെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. 0 + 3y ≤ 3, അതായത് 3y ≤ 3. അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? 3/3 = 1. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എത്ര കിട്ടി? 1 കിട്ടി. ഇനി വൈക്ക് 0 കൊടുക്കുക. അന്നേരം എക്സ് + 3 × വൈക്ക് 0 കൊടുത്തു ≤ 3. അന്നേരം എക്സ് ≤ എന്ത് കിട്ടി? 3 കിട്ടി. അതായത് വൈക്ക് 0 കൊടുത്തപ്പോൾ, വൈയുടെ സ്ഥാനത്ത് 0 കൊടുത്തപ്പോൾ എക്സ് എന്തെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ എടുത്ത് എഴുതുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതിലേക്ക് കിടക്കുന്നു x + y ≤ 2. അതും അതേപോലെ തന്നെ നമ്മൾ 2 കോളം വരയ്ക്കുക. ഫസ്റ്റ് എക്സ് എന്ന് കൊടുക്കുക, സെക്കൻഡ് വൈ എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്താണ്? 2 ആണ്. ഇനി വൈക്ക് 0 കൊടുത്തു, അന്നേരം എക്സ് എന്താണ്? 2 ആണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇവിടെ എക്സിനും വൈക്കും 0 കൊടുക്കുക. അതായത് എക്സ് + വൈ, അതിന് രണ്ടിനും 0 കൊടുക്കുമ്പോൾ ≤ 2. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് 0-നേക്കാൾ വലുതാണ് 2. ശരിയായ ഒരു കാര്യമാണ്. നോക്കിക്കേ, 0-നേക്കാൾ വലുതാണ് 2. ഓക്കെ, വലുതും ഈക്വൽ, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ ഫസ്റ്റ് ഇക്വേഷനും നമുക്ക് 2 സൈഡിലും 0 കൊടുക്കുക. അന്നേരം നമുക്ക് നോക്കിക്കേ, 0-നേക്കാൾ വലുതാണ് 3, അതും കറക്റ്റ് ഓപ്ഷനാണ്. അന്നേരം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ x ആക്സസും y ആക്സസും കൊടുത്തു. ഇത് x ആക്സസ്, ഇത് y ആക്സസ്. അന്നേരം ഇവിടെ 1 2 3 4 5 കൊടുത്തു. ഇവിടെ 1 2 3 4 എന്ന് കൊടുത്തു. അന്നേരം നോക്കിക്കേ, ഫസ്റ്റ് പിക്ചറിൽ, ഫസ്റ്റ് ലീനിയർ ഇക്വേഷനിൽ x 3ൽ കൊണ്ടുപോയി മാർക്ക് ചെയ്തു, y 1ൽ കൊണ്ടുപോയി മാർക്ക് ചെയ്തു. ദെൻ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത് കൊടുത്തു. രണ്ടാമത്തത് ഏതാ വന്നത്? 2 2, x 2 y 2. അന്നേരം x 2 y 2 ഇങ്ങനെ വരച്ചു. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ദേ ഇങ്ങനെ വരച്ചു. നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ലൈനിൻ്റെയും സെക്കൻഡ് ലൈനിൻ്റെയും ഷെയ്ഡിങ് പാർട്ട് വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ ഭാഗത്താണ് രണ്ടും കൂടെ ഏത് വന്നിരിക്കുന്നത്? ഷെയ്ഡിങ് പാർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോർണർ പോയിന്റ് ഓരോന്നായിട്ട് എടുക്കാം. ഇവിടെ ഫസ്റ്റ് 1 0 1 വരും. ഇവിടെ എന്ത് വരും? ഈ സൈഡിൽ ഇതിൻ്റെ ഇവിടെ 2 0 വരും. ഈ ഒറിജിൻ്റെ അവിടെ 0 0 വരും. നമുക്ക് ഒരെണ്ണം മാത്രം അറിയില്ല, ഇതിൻ്റെ കോർണർ പോയിന്റ് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇതുണ്ട്. 2 ഇക്വേഷനും നിങ്ങൾ താഴെ മുകളിലായിട്ട് എഴുതുക. അതായത് x + 3y ≤ 3. രണ്ടാമത്തെ ഇക്വേഷൻ x + y ≤ 2. ഇത് താഴെ മുകളിലായിട്ട് എഴുതുക. ദെൻ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എക്സിന്ന് എക്സ് പോകുമ്പോൾ 0, 3y ന്ന് y പോയാൽ 2y, 3ന്ന് 2 പോയാൽ 1. അങ്ങനെയാണെങ്കിൽ y നമുക്ക് എന്തെന്ന് കിട്ടി? 1/2 എന്ന് കിട്ടി. അതായത് y എന്ന് പറയുന്നത് 1/2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വൈയുടെ വാല്യൂ കൊണ്ടുപോയി ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അന്നേരം നോക്കിക്കോ, x + y എന്ന് പറയുന്ന 1/2 തന്നിട്ടുണ്ട്, ≤ 2. അങ്ങനെയാണ് x എന്ത് വരും? 2 - ½ അങ്ങനെയാണ് s 1/2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 1/2. അന്നേരം ഇവിടെ ഈ കോർണർ പോയിന്റ് നമുക്ക് 1/2 എന്ന് കിട്ടി. അന്നേരം ആ 2 കോർണർ പോയിന്റ് നമുക്ക് കിട്ടിയത്, ഒന്ന് 1/2ഉം ഒന്ന് x 1/2ഉം ഇതെന്താണ്? ഹാഫും ആണ് കിട്ടിയത്. y ഹാഫും ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് ഒരു കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൻ്റെ അകത്ത് എന്തെന്ന് എഴുതുക? കോർണർ പോയിന്റ്. സെക്കൻഡ് കോളത്തിൻ്റെ അകത്ത്
ഇസഡ് ഈസ് ഈക്വൽ ടു 3x + 5y എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് എഴുതുക 0 1 2, 0 അതുപോലെ തന്നെ 0 0 1/2 ഹാഫ് അങ്ങനെ രണ്ടും എഴുതുക. ഇനി ഓരോന്നും x0 y അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു 3 × 0 + 5 × 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 5 കിട്ടി. അടുത്തത് ഇസഡ് ഈസ് ഈക്വൽ ടു 3 × 2 + 5 × 0 അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? 3 × 2 6 കിട്ടി. അടുത്തത് ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തിടും? 3 × 1/2 1/2 എന്ന് പറയുന്നത് 3/2 ആണെന്ന് നിങ്ങൾക്കറിയാം. 1/2 എന്ന് പറയുന്നത് 3/2. അന്നേരം 3 × 3/2 പ്ലസ് എന്ത് വരും? 5 × 1/2 അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 9/2 കിട്ടും. 9/2 പ്ലസ് ഇവിടെ എന്ത് വരും? 1/2 അതായത് 10/2. 10/2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 5 കിട്ടി അല്ലേ? 5 കിട്ടി. അന്നേരം ഇവിടെ കിട്ടിയ പോയിന്റുകൾ 1 5 1 6 1 5. അന്നേരം ഇവിടുത്തെ മാക്സിമൈസ് ക്വസ്റ്റ്യനടുത്ത് മാക്സിമൈസ് ആണ് പറഞ്ഞത്. മാക്സിമൈസ് വരുന്നത് ഏത് കേസിലാണ്? 2 കേസിലാണ്. ഏത് കേസിലാണ്? 2 കേസിലാണ് നമുക്ക് മാക്സിമൈസ് എന്ത് കിട്ടുന്നത്? 6 കിട്ടുന്നത്.